ജില്ലയിലെ വാർത്താവിനിമയ രംഗത്ത് വികസനം സാധ്യമാക്കാൻ 90 BSNL മൊബൈൽ ടവറുകൾ ജില്ലയിൽ വിവിധയിടങ്ങളിൽ അനുവദിക്കാൻ സാധിച്ചുവെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. 90 ടവറുകളിൽ 55 എണ്ണം ദേവികുളം മണ്ഡലത്തിനാണ് അനുവദിക്കാൻ കഴിഞ്ഞത്. 66 ടവറുകളുടെ ഇൻസ്റ്റലേഷൻ നടപടികൾ പൂർത്തീകരിച്ചതായും വൈകാതെ തന്നെ ടവറുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിവരുന്നതായും MP വ്യക്തമാക്കി. തോട്ടം മേഖലയുടെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വാർത്താ വിനിമയ രംഗത്ത് BSNLന്റെ മൊബൈൽ ടവറുകൾ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് 90 മൊബൈൽ ടവറുകൾ ജില്ലയിൽ വിവിധ മേഖലകളിൽ അനുവദിക്കാൻ സാധിച്ചത്. ആ 90 മൊബൈൽ ടവറുകളിൽ ഏതാണ്ട് 55 എണ്ണവും ദേവികുളം താലൂക്കിലാണ് നമുക്ക് അനുവദിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതിൽ കൂടുതലും തോട്ടം മേഖലയും ആദിവാസി മേഖലയുമാണ്. ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ മൊബൈൽ ടവറുകൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പൂർണ്ണമായ ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം BSNLന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി റിവ്യൂ മീറ്റിംഗ് ചേർന്നിരുന്നു. 66 മൊബൈൽ ടവറുകൾ പൂർണ്ണമായി അതിൻ്റെ ഇൻസ്റ്റലേഷൻ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നതിൽ തന്നെ ഒരു ചെറിയ അപാകത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എന്നുവെച്ചാൽ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് സ്പെക്ട്രം 700 സ്പെക്ട്രം ബാൻഡ് വിഡ്ത്ത് മെഷീനറിയാണ് ഇൻസ്റ്റോൾ ചെയ്തത്. അതുപ്രകാരം പുതിയ മൊബൈൽ ഫോണുകൾക്ക് മാത്രമേ റേഞ്ച് ലഭിക്കുകയുള്ളൂ. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ മൊബൈൽ ഫോണുകളിൽ റേഞ്ച് കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യല്ല, ശരിക്കും അതിലേക്ക് കുറച്ചുകൂടി അഡീഷൻ മറ്റ് മെഷീനറികൾ കൂടി ഘടിപ്പിച്ച് അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ദിവസത്തെ ഉന്നതതല യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി ഫണ്ട് അനുവദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഫണ്ട് അനുവദിപ്പിച്ച് ബാൻഡ് വിഡ്ത്ത് വർദ്ധിപ്പിച്ച് എല്ലാ മൊബൈൽ ഫോണുകളിലും സേവനം ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും.